ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോർമലായിട്ടുള്ള ലോങ് വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു 1 ഇയർ ആയിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മുടെ ചാനൽ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റ് റിവ്യൂസും അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് ആയിരുന്നു. ഈ ഒരു 1 ഇയർ കാലത്തിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് വലിയ പ്രൊഡക്റ്റുകളൊന്നും വാങ്ങിയിട്ടില്ല. വാങ്ങിയ പ്രൊഡക്റ്റുകളൊന്നും റിവ്യൂ ചെയ്യാൻ മാത്രം അത്ര വലിയ പ്രൊഡക്റ്റുകളും ആയിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പ്രൊഡക്റ്റ് റിവ്യൂസ് ആയിരിക്കണമെന്നില്ല, ചെറിയ മറ്റു വീഡിയോസ് നമ്മൾ ചാനൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വലിയ വീഡിയോകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 1 ഇയറിന് ശേഷം നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് എയർപോഡ്സ് പരിചയപ്പെടുത്താനാണ്. 1, 2, 3 പ്രൊഡക്റ്റ് എന്നുള്ള 4 എയർപോഡ്സിന്റെ ഏറ്റവും പുതിയ വേർഷനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതിൽ 2 നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ട് പോലുമില്ല. 2 നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം ഞാൻ വാങ്ങിയതല്ല, ഞാൻ എനിക്ക്, എൻ്റെ 2 ഫ്രണ്ട്സിനും, എൻ്റെ പെങ്ങൾക്കായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തപ്പോൾ, അതായത് നമ്മൾ വാങ്ങിയത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ പേജിൽ നമ്മൾ വാങ്ങുന്നതിന് മുന്നേ അവർ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടി നമ്മൾ യൂസ് ചെയ്തപ്പം നമുക്ക് തോന്നിയ കാര്യങ്ങൾ രണ്ടും തമ്മിൽ നല്ല അന്തരമുണ്ട്. അതായത് തമ്മിൽ മാച്ച് ആവണില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ എനിക്ക് നേരിട്ടുള്ള പ്രശ്നങ്ങളുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. എല്ലാം സെയിം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ ഒന്നെടുത്തിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പരിചയപ്പെടുത്തരാം. ബോക്സിനകത്ത് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. നോർമലി കണ്ടുവരുന്ന കുറേ പേപ്പർ വർക്കുകളും. ഇതിൻ്റെ ചാർജർ വരുന്നത് C2C ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ C2C കേബിള്, പിന്നെ നമ്മുടെ ഈ ഇയർബഡിൻ്റെ മേലെയുള്ള ഈ സ്പോഞ്ച് സാധനങ്ങൾ മാറ്റാനുള്ള ഒരു 6 പീസ്, അതായത് ഡിഫറെൻറ്റ് സൈസിലുള്ള ഒരു 6 പീസുമാണ് ഈ ബോക്സിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബോക്സിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് മാറ്റി വെക്കാം. ഒരു 1 ഇയർ വാറണ്ടി കാർഡ് ഈ ബോക്സിനകത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇതിലില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ 1 ഇയറിൽ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമുക്കിതിന് വാറണ്ടി കാർഡ് ഈ ബോക്സിൽ ഉണ്ടാവുമെന്നും പറഞ്ഞിരുന്നു. ആ വാറണ്ടി കാർഡ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടിയിട്ടില്ല. അടുത്തതായിട്ട് അവർ പറഞ്ഞിരുന്നത് 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ബാറ്ററി ബാക്കപ്പ് 2 എയർപോഡ്സിലും ഉണ്ടാവുന്നതാണ്. അത് തെറ്റാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കി. ഒരു ഫിലിമൊക്കെ കാണുന്ന ടൈമിലാണെങ്കിലും 2 ഫിലിം കാണുകയാണെങ്കിൽ നമുക്ക് 10 മണിക്കൂർ ബാക്കപ്പ് കിട്ടുകയാണെങ്കിൽ 2 ഫിലിം കഴിയുന്നത് വരെ 2 എയർപോർട്ടിലും ചാർജ് വേണം. പിന്നെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു എയർപോർട്ടിൽ ചാർജ് പെട്ടെന്ന് തീരുകയും ഒന്ന് കുറച്ച് ബാലൻസ് ആയിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം ഞാൻ നോർമലി കുറേ എയർപോർട്ട്സിൽ കണ്ടിട്ടുണ്ട്. അതേ കംപ്ലൈൻറ്റ് ഇതിനുണ്ട്. പിന്നെ കൂടാതെ ഏകദേശം ഒരു മാക്സിമം 5-5.5 മണിക്കൂറാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഉള്ളത്. അല്ലാതെ അവർ പറയുന്നത് പോലെ 10 മണിക്കൂർ ബാക്കപ്പ് ഈ എയർപോർട്സിനും കിട്ടുന്നില്ല. പിന്നെ ഇതിൽ ഏറ്റവും മേജറായിട്ടുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ അവർ ഈ എയർപോർട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റിയാണ്. മൈക്ക് ക്വാളിറ്റി ഞാൻ അവരുടെ ആഡ് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഷോ ചെയ്ത് കാണിച്ചു തരാം. എയർപോർട്സിൻ്റെ ഇവർ ഇത് സെല്ല് ചെയ്യാൻ വേണ്ടി ആഡിൽ ഇവരെന്താണ് പറയുന്നതും ഇതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി എങ്ങനെയാണ് വരുന്നതെന്നുള്ളതും ഞാൻ കറക്റ്റായിട്ട് ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ആഡ് ഒന്ന് കണ്ടു നോക്കും. സാധാരണ എയർപോർട്ടാണ്, സാധാരണ മാർക്കറ്റിലുള്ള നോർമൽ എയർപോർട്ട്. ഇത് ഗാഡ്ജറ്റ് ഓഫ് കേരള വരുത്തിക്കുന്ന നമ്മുടെ 1 വർഷം വാറണ്ടി വരുന്ന എയർപോർട്ടാണ്. ഇതിന്റെ രണ്ടിന്റെയും കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിന്റെ രണ്ടിന്റെയും മൈക്രോഫോണിന്റെ ക്വാളിറ്റി ഓൾറെഡി നമ്മുടെ DM-ൽ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്. ഒരുപാട് എയർപോർട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം മൈക്രോഫോണിന്റെ ക്വാളിറ്റിയാണ്, നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മൾ വോയിസ് അയക്കുമ്പോഴാണല്ലോ ക്ലിയർ ആയിട്ട് വോയിസ് നമുക്ക് ക്ലിയർ ആവുന്നില്ല എന്ന് ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. ഇത് സാധാരണ എയർപോർട്ടാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഇത് വെച്ചോണ്ടാണ്. ഇതാണ് ഗാഡ്ജറ്റ് ഡോട്ട് കേരളയുടെ എയർപോർട്ട്. ഇതിന്റെ ക്വാളിറ്റി ഇതാണ് വരുന്നത്. ഇപ്പൊ നമ്മള് വാട്സപ്പിൽ വോയിസ് അയക്കുമ്പോഴാണേലും അല്ലെങ്കിൽ വോയിസ് കോൾ ചെയ്യുമ്പോഴാണേലും നല്ല ഷാർപ്പ് ആൻഡ് ക്രിസ്പി വോയിസ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ പലതരം എയർപോർട്ടുകളുണ്ട്. എല്ലാത്തിന്റെ ഫീച്ചേഴ്സും ക്വാളിറ്റീസും നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ DM-ൽ വന്ന് സംസാരിച്ചാൽ മതി. അപ്പോൾ ഇവരുടെ ആഡിൽ പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് കേട്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിന്റെ ഒറിജിനൽ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത്, ഇതിന്റെ മൈക്ക് ക്വാളിറ്റി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ നമ്മുടെ 2 എയർപോർട്ട്സ് നമുക്ക് ലൈവായിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ മുന്നേ ഏകദേശം 1 ഇയർ മുന്നേ വാങ്ങിയിട്ടുള്ള എയർപോർട്ട്സ്. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ എയർപോർട്ട്സ്. തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് കാഴ്ചയിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈറ്റ്നിങ് കേബിളും ഇതിൻ്റെ C2C കേബിളാണ് ചാർജിങ് കേബിൾ വരുന്നത്. അത് രണ്ടുമാണ് കാഴ്ചയിൽ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഇതിൻ്റെ കൂടെയുള്ള കേസ് ഈ എയർപോർട്ട് വാങ്ങിയ ടൈമിൽ അവർ തന്നതാണ്. ഇതിൻ്റെ കൂടെ അത്തരത്തിലുള്ള കേസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇവർ ഫ്രീ ആയിട്ട് തന്ന സാധനമാണ്. പിന്നെ നമ്മൾ ഏകദേശം ഒരു 1 ഇയർ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒരു 1 അവർ കൂടെ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 3-3.5 മണിക്കൂറാണ് നമുക്കിതിൽ ബാക്കപ്പ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ ഒരു 2-2.5 മണിക്കൂറിലേക്ക് കുറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ സൗണ്ട് ക്വാളിറ്റിയിലോ മറ്റു ക്വാളിറ്റിയിലോ യാതൊരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല. തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സൗണ്ട് ക്വാളിറ്റി ഒരു അല്പം ബെറ്റർ നമ്മുടെ പുതിയത് തന്നെയാണ്. പാസ്ഔട്ടബിളോ കാര്യങ്ങളൊന്നും ഇതിൽ കുറവാണെന്നല്ല, നല്ല ക്വാളിറ്റി തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു പോയിന്റ് ബെറ്റർ നമ്മുടെ പുതിയത് തന്നെയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടതിൻ്റെ മൈക്ക് ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് രണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതും സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതും ഫിൽമിക് പ്രോ എന്ന ആപ്പ് വഴിയാണ്. ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തന്നെ പറഞ്ഞു തരാം. ഓക്കെ, നമുക്കപ്പോൾ പഴയ എയർപോർട്ട് എടുത്തിട്ട് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ പഴയ എയർപോർട്ടാണ്.
ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി ചെറിയൊരു എറർ വന്നത് കൊണ്ടാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നത്. അതായത് എയർപോഡ് കണക്ട് ചെയ്തപ്പം ഈ ആപ്പിൽ മൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്യണില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ നമ്മുടെ പഴയ എയർപോഡിലെ ഓഡിയോ ആണ്. ഏകദേശം എത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കിത് കേട്ടാൽ മനസ്സിലാവും. സംസാരിക്കുന്നത് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ മൈക്ക് വഴിയാണ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നമ്മൾ ഏറ്റവും പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള എയർപോഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മൈക്ക് ക്വാളിറ്റി എങ്ങനെയാണെന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പുതിയ എയർപോഡ്. പുതിയ എയർപോഡിൻ്റെ മൈക്ക് എങ്ങനെയാണെന്ന് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പം ഈ ഓഡിയോ കേൾക്കുന്നത് നമ്മുടെ പുതിയ മൈക്ക് വഴിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സെറ്റിംഗ്സിൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, അതെ, നമ്മുടെ പുതിയ എയർപോഡ് വഴി തന്നെയാണ് ഈ ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും എത്രമാത്രമാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളത് എന്നുള്ളത്. കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ രണ്ടും സിമിലർ ആണോ എന്നുള്ളതും. ഇതിൻ്റെ പ്രൈസിങ് ലാസ്റ്റ് പറയാം. ഈ 999 ഇതും തമ്മിൽ മൈക്ക് ക്വാളിറ്റി മാത്രം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അത് പറഞ്ഞ ഒരു സെല് ചെയ്യുന്ന പ്രൊഡക്റ്റിന് അത്രമാത്രം ഡിഫറൻസ് വരുന്നുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഇത് നമുക്ക് നോർമൽ നമ്മുടെ ഓഡിയോ നമ്മുടെ ഫോണിൻ്റെ മൈക്കിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതെന്ന്. നമ്മുടെ ആഡിൽ അവർ പറഞ്ഞതും നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തപ്പോഴും ഉള്ള വ്യത്യാസം ഇത്രയുണ്ട്. അതായത് ബാറ്ററി ബാക്കപ്പ് ആയിക്കോട്ടെ, വാറണ്ടിയുടെ ആയിക്കോട്ടെ, മൈക്ക് ആയിക്കോട്ടെ, എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം വാങ്ങിയിട്ടുള്ളത് 999 റുപ്പീസിൻ്റെ എയർഫോൺ തന്നെയാണ് ഇപ്പോഴും അടിപൊളിയായിട്ടുള്ളത്. അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒരു 1 hour കൂടെ കുറഞ്ഞു. ഏകദേശം 1 year യൂസ് ചെയ്തപ്പം വളരെ കുറഞ്ഞു എന്നതല്ലാതെ മറ്റൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും അതിനില്ല. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. നൈറ്റൊക്കെ ഞാൻ അത് വെച്ചാണ് കിടന്നുറങ്ങാറ്. ഉറങ്ങിപ്പോകുമ്പോൾ അത് ചെവിയിൽ നിന്ന് ഊരിപ്പോകും, ഞാൻ ചിലപ്പോൾ അതിൻ്റെ മേലെ കിടന്നു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ ഒരു പീസും കൂടെ എൻ്റെ കയ്യിലുണ്ട്. അതെനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. പിന്നെ ഇത് ബുദ്ധിമുട്ട് തോന്നാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസിങ് തന്നെയാണ്. ഇതിന് ഏകദേശം പ്രൈസ് വരുന്നത് 3000 രൂപയാണ്. ഒരു പീസിന് 3000 രൂപയാണ് റേറ്റ് വരുന്നത്. അവരുടെ പേജിൽ ഏകദേശം ഒരു 30% ഡിസ്കൗണ്ടിൻ്റെതും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയും അത്തരത്തിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള പേജുകളിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട് എങ്കിൽ ഒരു പീസൊക്കെ വാങ്ങി ട്രയൽ അടിച്ചിട്ട് നിങ്ങൾക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത പീസ് വാങ്ങാം. അല്ലാതെ ഒന്നിലധികം പ്രൊഡക്റ്റുകൾ നമ്മളൊരു പേജിൽ നിന്ന് വിശ്വസിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പരസ്യം കണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാനുള്ള ചാൻസ് വളരെ ഏറെയാണ്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഇൻഫോം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ ഒരു പേജിൽ നിന്നല്ല, പല പേജുകളും, ചില പേജുകൾ ഞാനിപ്പോൾ 1-2 പേജുകളിൽ ചെറിയ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടി ക്യാഷ് അയച്ചു കൊടുത്തിട്ട് കിട്ടാത്ത പ്രൊഡക്റ്റുകൾ വരെയുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല, നോക്കട്ടെ, ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ക്യാഷ് ഒരു 300 റുപ്പീസിൻ്റെ താഴെ മാത്രം റേറ്റാണ് വരുന്നത്. പക്ഷെ നമ്മൾ പൈസ, അതായത് ചാർജ് അയച്ചു കൊടുത്തിട്ട് പാർസൽ അയച്ചു എന്ന് പറഞ്ഞിട്ട് 1 മാസമായി ഇതുവരെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പും കാര്യങ്ങളൊക്കെ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോഴും വളരെ സൂക്ഷിച്ച് വാങ്ങുക. ഒരു പ്രൊഡക്റ്റ് വാങ്ങി നമുക്കത് കിട്ടിക്കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം അടുത്ത പ്രൊഡക്റ്റ് വാങ്ങാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് നിങ്ങൾ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.